നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കപ്പൽ നിർമ്മാണ മേഖലയിലേക്ക് ചുവട് വയ്ക്കുന്ന ടാറ്റ ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭം കേരളത്തിൽ. 10,000 കോടി നിക്ഷേപിക്കാനുള്ള സന്നദ്ധത സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിനനുബന്ധമായി കപ്പൽശാല വന്നേക്കും. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ടാറ്റയുടെ അപേക്ഷയിൽ 1 മാസത്തിനകം തീരുമാനമെടുക്കും. ടാറ്റയുടെ അനുബന്ധ കമ്പനിയായ ആഡ്സൺ ലിമിറ്റഡ് ആവും നിക്ഷേപം നടത്തുക. നാവികസേനയിലെ റിയർ അഡ്മിറൽ ആയിരുന്ന ആശിഷ് കുൽക്കർണി, നേവൽ ആർക്കിടെക്ട് ജ്യോതിസ്മാൻ ദാസ് ഗുപ്ത എന്നിവർക്കാണ് നേതൃത്വം. ഭൂമി ഏറ്റെടുത്ത് നൽകുമെന്നും വിവിധ കമ്പനികൾ നിക്ഷേപത്തിനായി വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞത്തെ പ്രയോജനപ്പെടുത്താനുള്ള മിഷൻ സമുദ്രയുടെ ഭാഗമാണിത്. അതിനാൽ പൂവാറിൽ സ്ഥാപിക്കാനാണ് സാധ്യത. കൊച്ചി കപ്പൽശാലയ്ക്കും സഹായവും ടാറ്റ നൽകും. വിഴിഞ്ഞത്തിന് 10 കിലോമീറ്ററിനടുത്തുള്ള പൂവാറിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് സാധ്യതാ പഠനം നടത്തിയിരുന്നു. കടലിന് 13 മീറ്റർ സ്വാഭാവിക ആഴം, ഡ്രഡ്ജിംഗ് വേണ്ടിവരില്ല, മദർഷിപ്പുകൾ പോലും നിർമ്മിക്കാൻ അനുയോജ്യം. കടലിന് അഭിമുഖമായി 1 കിലോമീറ്റർ ദൂരത്തിൽ 2500 to 3000 ഏക്കർ ഭൂമി കണ്ടെത്താൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും നിർദ്ദേശിച്ചിരുന്നു. കരയിൽ വിവിധ ഭാഗങ്ങൾ നിർമ്മിച്ച് ഷിപ്പ്യാർഡിൽ എത്തിച്ച് യോജിപ്പിക്കുന്ന ബ്ലോക്ക് ഫാബ്രിക്കേഷൻ രീതിയാണ് ടാറ്റയുടേത്. മഹാരാഷ്ട്രയിലും കൊൽക്കത്തയിലും സമാന പദ്ധതികൾക്ക് നീക്കമുണ്ട്. ജപ്പാന്റെയും ദക്ഷിണ കൊറിയയുടെയും സാങ്കേതിക സഹകരണവും ഉണ്ടാകും. അനുബന്ധ മേഖലകളിൽ വൻ നിക്ഷേപവും തൊഴിലവസരങ്ങളും ഉണ്ടാവും. ടൗൺഷിപ്പ്, ആശുപത്രികൾ എന്നിവയും വരും. ദക്ഷിണേഷ്യയിലെ വലിയ മാരിടൈം ഹബ്ബായി മാറാനാവും. ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ ശേഷി ഉയരും. ടാറ്റയുടെ ഭീമൻ കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമായ മറൈൻ ഗ്രേഡ് സ്റ്റീൽ പ്ലേറ്റുകളുടെ പ്രധാന നിർമ്മാതാക്കളാണ് ടാറ്റ സ്റ്റീൽ. തേയില മുതൽ ലക്ഷറി കാർ വരെ നിർമ്മിക്കുന്ന $180 ബില്യൺ, അതായത് 17.33 ലക്ഷം കോടി ആസ്തിയുള്ള കമ്പനിയാണ് ടാറ്റ. വിദേശ രാജ്യങ്ങൾക്കും കമ്പനികൾക്കുമായി കപ്പൽ നിർമ്മിക്കുന്നതിലൂടെ വൻതോതിൽ വിദേശ നാണ്യവും എത്തും. 2000 കോടി ഒരു ചരക്ക് കപ്പൽ നിർമ്മാണ ചെലവ്. 15,000 പേർക്ക് നേരിട്ടുള്ള തൊഴിലവസരങ്ങളും ഉണ്ടാകും. സർക്കാർ അതീവ താൽപര്യത്തോടെയാണ് ഈ പദ്ധതിയെ കാണുന്നതെന്നും കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ ക്ഷണിക്കുകയാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് നമ്മുടെ കേരളത്തിന്റെ വികസനത്തിനടക്കം ഒരുപാട് സഹായകരമാകുന്ന ഒരു നിക്ഷേപമാണ്. മാത്രമല്ല 15,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ നമ്മുടെ യുവാക്കൾക്ക് ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും ഇവിടെയുണ്ട്. സ്റ്റീൽ, സ്മാർട്ട് ഫോണുകൾ, വാഹനങ്ങൾ, കാപ്പി തുടങ്ങി വിവിധ മേഖലകളിൽ സാന്നിധ്യമുള്ള ടാറ്റ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം കപ്പൽ നിർമ്മാണം ഒരു പുതിയ ബിസിനസ് മേഖലയാണ്. ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ ശേഷി അതിവേഗം വർദ്ധിപ്പിക്കാനും ആഗോള സമുദ്ര വ്യാപാരത്തിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാനുമുള്ള കേന്ദ്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ നിക്ഷേപത്തെ കാണുന്നത്. വിഴിഞ്ഞം, കൊച്ചി എന്നീ സുപ്രധാന തുറമുഖങ്ങൾക്ക് സമീപം കപ്പൽ നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവയുൾപ്പെടെയുള്ള സമുദ്ര മൂല്യ ശൃംഖല വിപുലീകരിക്കുക എന്നതാണ് കേരളം ലക്ഷ്യമിടുന്നത്. വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പും MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും തമ്മിലുള്ള $1.4 ബില്യൺ കരാറും നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ടാറ്റയുടെ ഈ കടന്നുവരവ് കേരളത്തിലെ വ്യാവസായിക മേഖലയ്ക്കും തൊഴിലവസരങ്ങൾക്കും വലിയ പുരോഗതി നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പദ്ധതിയുടെ ഉൽപാദന സമയക്രമത്തെക്കുറിച്ചോ കപ്പാസിറ്റിയെക്കുറിച്ചോ ഉള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. ഓട്ടോമൊബൈൽ, സ്റ്റീൽ, സോഫ്റ്റ്വെയർ തുടങ്ങിയ മേഖലകളിൽ സജീവമായ ടാറ്റയുടെ കപ്പൽ നിർമ്മാണ മേഖലയിലേക്കുള്ള ആദ്യത്തെ വലിയ ചുവടുവയ്പ്പാണിത്. സംസ്ഥാനത്തേക്ക് കൂടുതൽ നിക്ഷേപങ്ങളെ ക്ഷണിച്ചിരുന്നുവെന്നും അതിന്റെ ഭാഗമായാണ് ടാറ്റ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗൗതം അദാനിയുടെ നേതൃത്വത്തിലുള്ള അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖത്തിനായി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചതിന് പിന്നാലെയാണ് ടാറ്റയുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവ്. വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചും മുഖ്യമന്ത്രി സംസാരിച്ചു. സംസ്ഥാന ഭരണകൂടം ഈ പദ്ധതിയെ അനുകൂലമായി പരിഗണിക്കുന്നു. 1 മാസത്തിനുള്ളിൽ ഇത് അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ മാത്രം അഭിപ്രായത്തിന്മേലായിരിക്കില്ല തീരുമാനമെടുക്കുന്നത്. കൂടുതൽ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമായിരിക്കും തീരുമാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ടാറ്റയുടെ കപ്പൽ നിർമ്മാണ മേഖലയിലെ വമ്പൻ പദ്ധതി യാഥാർത്ഥ്യമായാൽ കേരളത്തിനകത്ത് 10,000 കണക്കിന് പ്രത്യക്ഷമായും പരോക്ഷമായും ധാരാളം തൊഴിലവസരങ്ങൾ ലഭിക്കും. അതോടൊപ്പം സ്റ്റീൽ, ഹെവി എഞ്ചിനീയറിംഗ്, മറൈൻ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക്സ്, അനുബന്ധ ചെറുകിട വ്യവസായങ്ങൾ എന്നിവയ്ക്കും ഈ പദ്ധതിയിലൂടെ വലിയ അവസരം തുറക്കപ്പെടും.
ഇന്ത്യയെ ലോകത്തിലെ മികച്ച 10 കപ്പൽ നിർമ്മാണ രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യങ്ങൾക്കും ഈ പദ്ധതി വലിയ പിന്തുണയേകാൻ സഹായകമാകും. പ്രതിരോധ വ്യാവസായിക മേഖലകളിൽ ആഭ്യന്തര കപ്പൽ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കാനും സ്വയം പര്യാപ്തത കൈവരിക്കാനും സാധിക്കും. അതേസമയം ഭൂമി നിയന്ത്രണ അനുമതികൾ, സാങ്കേതികത, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയപരമായ പിന്തുണ എന്നിവയെ ആശ്രയിച്ചിരിക്കും പദ്ധതിയുടെ ആരംഭം. അദാനി ഗ്രൂപ്പിന്റെ വിഴിഞ്ഞത്തെ ഡീപ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് $1.4 ബില്യൺ പ്രതിബദ്ധത നേടിയതിനു ശേഷമാണ് ഈ വികസനം വരുന്നത്. ഈ കരാർ നിലവിൽ സതീശൻ സർക്കാരിന്റെ അവലോകനത്തിലാണ്. ഇന്ത്യ തങ്ങളുടെ കപ്പൽ നിർമ്മാണ ശേഷി വേഗത്തിൽ വർദ്ധിപ്പിക്കാനും ആഗോള സമുദ്ര വ്യാപാരത്തിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്താനും ശ്രമിക്കുന്ന സമയത്താണ് ടാറ്റയുടെ കപ്പൽ നിർമ്മാണത്തിലേക്കുള്ള കടന്നുവരവ്. കപ്പൽ നിർമ്മാണ പദ്ധതി തേടി ഇതുവരെ 12 അപേക്ഷകൾ ലഭിച്ചു. വിഴിഞ്ഞം, കൊച്ചി തുടങ്ങിയ പ്രധാന തുറമുഖങ്ങൾക്ക് സമീപമുള്ള കപ്പൽ നിർമ്മാണം, അറ്റകുറ്റപ്പണി സേവനങ്ങൾ ഉൾപ്പെടെയുള്ള സമുദ്ര മൂല്യ ശൃംഖലയിലുടനീളം കേരളം തങ്ങളുടെ സാന്നിധ്യം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. നിർദ്ദിഷ്ട ശേഷിയെക്കുറിച്ചോ ഉൽപാദന സമയക്രമത്തെക്കുറിച്ചോ മുഖ്യമന്ത്രി വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല.